ഇന്ന് ജനാധിപത്യത്തിന് എന്ത് പറ്റിയിരിക്കുന്നു? ഈ ജനാധിപത്യത്തിന് ഒരു വിപരീത പദമുണ്ടെങ്കിൽ അത് എന്തായിരിക്കാം? പല രീതികളിൽ അത് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏകാധിപത്യം, സമഗ്രാധിപത്യം, അല്ലെങ്കിൽ പഴയ ഒരു വാക്കുപയോഗിക്കുകയാണെങ്കിൽ ഫാസിസം. ഫാസിസം എന്ന വാക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്, ഇറ്റലിയിലാണ് ഉണ്ടായത് എങ്കിലും നാം ഹിറ്റ്ലറുടെ നാസി ഭരണത്തെയും ഫ്രാങ്കോയുടെ സ്പെയിനിലെ ഫലാഞ്ചിസ്റ്റുകളുടെ ഭരണത്തെയും ഒക്കെ വിശേഷിപ്പിക്കാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു. അതിന് സവിശേഷമായൊരു കാരണമുണ്ട്. കാരണം എല്ലാ ഫാഷിസങ്ങൾക്കും പൊതുവായ ചില ഘടകങ്ങളും ചില ഉന്മുഖത്വങ്ങളും ചില ലക്ഷ്യങ്ങളും ചില സ്വഭാവങ്ങളും ഉണ്ട്. ആ സ്വഭാവങ്ങളെ അനേകം പേർ, ഹന്നാ അരൻഡ്, ടാൽക്കോട്ട് പാഴ്സൺസ്, ഉംബർട്ടോ ഇക്കോ, ഒരുപാട് സൈദ്ധാന്തികർ അപഗ്രഥിച്ചിട്ടുണ്ട്. അത് വളരെ ഒരുപക്ഷെ ഏറ്റവും ഭംഗിയായി പറഞ്ഞിട്ടുള്ള ഒരാൾ ഭാഷാശാസ്ത്രജ്ഞനും രാഷ്ട്രീയ ചിന്തകനും ഒക്കെയായി, നോവലിസ്റ്റും ഒക്കെയായ ഉംബർട്ടോ ഇക്കോ ആണ് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം സംക്ഷേപിച്ച് പറയുന്ന ഫാഷിസത്തിൻ്റെ ചില സ്വഭാവങ്ങളുണ്ട്. ഒന്നാമത്തേത് പാരമ്പര്യ ആരാധന. നാം പാരമ്പര്യത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. പാരമ്പര്യത്തിൽ നിന്ന് വർത്തമാന ജീവിതത്തിന്, വർത്തമാന ചിന്തയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ സ്വീകരിക്കുകയും അതിന് തടസ്സം നിൽക്കുന്ന നമ്മുടെ എല്ലാ തരത്തിലുള്ള ജനാധിപത്യപരമായ അഭിലാഷങ്ങൾക്കും തടസ്സം നിൽക്കുന്ന ചിന്തകളെ പരിത്യജിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ്. ചുരുക്കം പറഞ്ഞാൽ വർത്തമാന കാലത്ത് നിന്നുകൊണ്ടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ വിമർശനാത്മകമായ സ്വീകാരം ആണ് നാം നടത്തേണ്ടത്. അതിന് പകരം എല്ലാ ഫാഷിസ്റ്റുകളും അവർ തന്നെ നിർമ്മിച്ച പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പത്തെ ആരാധിക്കുന്നവരാണ്. നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ ഭരണാധികാരികളും അവരുടെ പാർട്ടിയും ഒരു കാലം വിദേശികളെല്ലാം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു സുവർണകാലം ഇന്ത്യക്കുണ്ടായിരുന്നുവെന്നും ആ സുവർണകാലം നാം വീണ്ടെടുക്കണം എന്നും വാദിക്കുന്നവരാണ്. അങ്ങനെ ഒരു സുവർണകാലം ഉണ്ടായിരുന്നോ? മുഗളന്മാരുടെ വരവിന് മുമ്പ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ജാതികളായി വർണ്ണങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം, ഒരു വലിയ ഭൂരിപക്ഷത്തിന് ദൃശ്യതയില്ലാതിരുന്ന, ശബ്ദമില്ലാതിരുന്ന, സ്വത്വമില്ലാതിരുന്ന ഒരു സമൂഹം, അത്തരമൊരു സമൂഹത്തെ ഒരു സുവർണ കാല സമൂഹം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ ആകുമോ? അപ്പോൾ ഇത് നിർമ്മിക്കപ്പെട്ട ഒരു സുവർണകാലമാണ്. ഇല്ലാതിരുന്ന എന്നാൽ ഉണ്ടെന്ന് അവർ പ്രചരിപ്പിക്കുന്ന ഒരു സുവർണകാലമാണ്. കാരണം ഇവിടെ ജാതിയുടെ പേരിൽ അടിച്ചമർത്തലുണ്ടായിരുന്നു, വർണ്ണത്തിൻ്റെ പേരിലുള്ള പല രീതിയിലുള്ള വിവേചനങ്ങളുണ്ടായിരുന്നു, ബ്രാഹ്മണാധിപത്യമുണ്ടായിരുന്നു, ക്ഷത്രിയാധിപത്യമുണ്ടായിരുന്നു. അതിന് കീഴെയുള്ളവരെല്ലാം പല രീതികളിൽ അവരുടെ സേവകരായിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് മറ്റുള്ള പുറത്തു നിന്നുള്ള ആളുകളുടെ വരവിന് മുമ്പ് ഒരു സുവർണകാലമുണ്ട് എന്ന് അവകാശപ്പെടുന്നതിന് യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല. പക്ഷെ അത്തരത്തിൽ എന്തോ ഒരു പാരമ്പര്യം ഇവിടെ നിലനിൽക്കുന്നുവെന്നും അതിനെ സംരക്ഷിക്കുകയാണ് നമ്മുടെ കർത്തവ്യം എന്നും വരുത്താനാണ് മറ്റെല്ലാ ഫാഷിസ്റ്റുകളെയും പോലെ തന്നെ നമ്മുടെ ഭരണകൂടവും അതിൻ്റെ പിണിയാളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാരമ്പര്യമുണ്ടെങ്കിൽ പിന്നെ അന്വേഷണത്തിൻ്റെ കാര്യമില്ല. സത്യങ്ങളെല്ലാം പുസ്തകങ്ങളിൽ എഴുതപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ അന്വേഷണങ്ങൾ, പുതിയ കാലത്ത് നീതിയുടെ അർത്ഥം എന്താണെന്ന്, സമത്വത്തിൻ്റെ അർത്ഥം എന്താണെന്ന്, ജനാധിപത്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഉള്ള അന്വേഷണങ്ങൾ അനാവശ്യം ആക്കുന്ന ഒരു സമീപനമാണ് അത്. വളരെ പണ്ടേ എല്ലാം തന്നെ പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞു. വേദങ്ങൾ, ഞാൻ സമീപകാലത്ത് പങ്കെടുത്ത ഭോപ്പാലിലെ ഒരു സെമിനാറിൽ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. വേദങ്ങളിൽ എല്ലാമുണ്ട്. അതിൽ കവിതയുടെ അടിസ്ഥാനം, തത്വചിന്തയുടെ അടിസ്ഥാനം, ജീവിതത്തിന് ആവശ്യമായ എല്ലാ മൂല്യങ്ങളും തത്വങ്ങളും. എങ്കിൽ നാം ജീവിക്കേണ്ട കാര്യം തന്നെയില്ല. അങ്ങനെ ഏതെങ്കിലും പുസ്തകത്തിൽ എല്ലാം എഴുതി വയ്ക്കപ്പെട്ട് കഴിഞ്ഞുവെങ്കിൽ, നമ്മുടെ ജീവിതം ഒന്നിനെയും നിർവചിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതം ഒന്നിനെയും അന്വേഷിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അർത്ഥമാണ് വാസ്തവത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതാണ് വാസ്തവത്തിൽ പാരമ്പര്യവാദികൾ ചെയ്യുന്നത്. അവിടെയുണ്ട് ഗീത വായിക്കുക, അല്ലെങ്കിൽ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം വായിക്കുക,
അല്ലെങ്കിൽ മനുസ്മൃതി വായിക്കുക, അവിടെയുണ്ട് എല്ലാം. അതിനെ നാം അന്ധമായി ചിന്താശൂന്യമായി പിന്തുടർന്നാൽ മാത്രം മതി എന്ന വാദമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യവാദമായി നാം കാണുന്നത്.